ഹായ് ഹലോ. അങ്ങനെ ഒരുപാട് ദിവസത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളോട് പറയാൻ വന്ന കാര്യങ്ങളൊക്കെ വളരെ വിഷമമുള്ള കാര്യങ്ങളാണ്. എനിക്ക് വിഷമമുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വിഷമം ഉണ്ടാവും എന്നൊരു കാര്യമാണ്. കാരണം എൻ്റെ ഒപ്പം തന്നെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ്. വേറൊന്നുമല്ല, നമ്മുടെ ഈ ചാനലിൻ്റെ കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഞാൻ എല്ലാ വീഡിയോയിലും പതിവ് പോലെ ഞാൻ പറയാറുണ്ടായിരുന്നു എന്നെങ്കിലും നമ്മുടെ ചാനലും രക്ഷപ്പെടുമെന്ന്. അപ്പോൾ അത് പ്രതീക്ഷകളെല്ലാം സത്യം പറഞ്ഞാൽ അസ്ഥാനത്തായി പോയി എന്ന് പറയാം. ഒരു കുറച്ച് നാൾ മുന്നേ വരെയും കുഴപ്പമുണ്ടായിരുന്നില്ല, വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ മിക്ക വീഡിയോയിലും തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ലാതെ ഏണിങ്സ് കിട്ടുന്നുണ്ട് എന്നൊക്കെ. അതൊരുമാതിരി കണ്ണ് കിട്ടിയ പോലെ ആയി പോയി കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് തീരെ ഡോളർ കയറണില്ല. ഞാൻ വിടുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം, വീഡിയോ ഇടാത്തത് വേറൊന്നുമല്ല. ഒരു നമ്മളെ അറിയുന്ന എന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ കാണുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ട് വീഡിയോസ് ഇടണം, അല്ലാതെ മോൻ്റെ കാര്യങ്ങൾ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുമ്പം എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ്, അതുകൊണ്ടാണ് ആളുകൾക്ക് വീഡിയോ കാണാൻ മടിയെന്ന് പറഞ്ഞിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ അത് വളരെ പോസിറ്റീവായിട്ടൊരു ഉള്ളൊരു കമൻറ്റ് തന്നെയായിരുന്നു. പക്ഷെ ഞാനത് ആലോചിച്ചപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് ഇങ്ങനെ നമുക്ക് പരിചയമുള്ള ഒരാൾ പറഞ്ഞിട്ടുണ്ട്, അവർ പ്രഗ്നൻ്റ് ആയ സമയത്ത് നമ്മുടെ കുഞ്ഞിനെ കാണുന്നത് അവർക്ക് ഭയങ്കര പേടിയാണ്, അതുകൊണ്ട് അവർ നമ്മുടെ ചാനൽ കാണുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ അതൊക്കെ കേൾക്കുമ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം സമൂഹത്തിൽ ഇങ്ങനെ ഒരു പേടിയോ വേദനയോ സങ്കടമോ സഹതാപമോ ഒന്നും തോന്നാനല്ല ഞാൻ എൻ്റെ ഈ കുഞ്ഞിനെക്കുട്ടനെ വെച്ചിട്ടുള്ള ചാനൽ തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ അത് എന്നെപ്പോലുള്ള മറ്റൊരമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ഗുണമാവട്ടെ, അല്ലെങ്കിൽ അവർക്കൊരു മോട്ടിവേഷൻ ആവട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ്. അല്ലാതെ എനിക്ക് പൈസ ഉണ്ടാക്കാനോ എൻ്റെ കൊച്ചിനെ കാണിച്ച് പൈസ ഉണ്ടാക്കാനോ ഒരിടത്തും ഞാൻ പറഞ്ഞിട്ടുമില്ല, ഒന്നുമില്ല. ഇതൊക്കെ ഞാൻ പലവട്ടം പറഞ്ഞു പോയിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ എന്താണ് പറയുക, നമ്മളിങ്ങനെ ഇപ്പോഴും ഒരു എവിടെയാണോ തുടങ്ങിയത് അതിൽ നിന്ന് വളരെ മുന്നോട്ട് പോയി. എന്നാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ഇതിൽ വന്നു ചേരുന്നില്ല കേട്ടോ. വേറൊന്നുമല്ല, ഇങ്ങനെ വല്ലാണ്ട് സാധാരണ ചാനലുകൾ പോലെ ഇതിങ്ങനെ കയറി പോവോ, ഈ കുഞ്ഞിനെന്നല്ല ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരു മക്കളുടെ ചാനലും കയറി പോകുന്നില്ല. ഇപ്പോൾ 3 ലക്ഷത്തോളം സബ്സ്ക്രൈബർ ആവാറായ ഒരു ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അവരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. കാരണം എന്താണെന്നറിയോ, ഞങ്ങളുടെയൊക്കെ മക്കൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ആളുകൾക്കുള്ളൂ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്ന കുറച്ച് വിരലിലുണ്ടാവുന്ന, അല്ലെങ്കിൽ അതിലപ്പുറമുള്ള കുറച്ച് പേര്, അവർ നമ്മൾ എന്തിട്ടാലും കാണും, നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കും, നമ്മളോട് നല്ല സപ്പോർട്ട് തരും, സഹകരിക്കും ഒക്കെ ചെയ്യും. പക്ഷേ നമ്മുടെ ചാനൽ ഒരിക്കലും വളരില്ല. സബ്സ്ക്രൈബേഴ്സ് ഒരു പക്ഷേ കൂടുമായിരിക്കും, അത് ഓരോ മക്കളുടെ ലെവലനുസരിച്ച് ഒരു എന്താ പറയുക സഹതാപം കൊണ്ട് തന്നെ സബ്സ്ക്രൈബേഴ്സ് കയറും. ഈ ചാനലുകാർക്ക്, അതായത് ഈ ഒരു കാറ്റഗറി പെട്ടവർക്ക് ഇതാണ് ഗതി, അതോ ഗതി. നമ്മൾ യൂട്യൂബിൽ എന്തെങ്കിലും ഒരു ഭാവി ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒരിക്കലും വയ്യാത്ത മക്കളെയും കൊണ്ട് വീഡിയോ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ നമുക്കിതുപോലെ എന്തെങ്കിലും ഒരു സൈഡ് നമുക്ക് അങ്ങനെ ഒരു പൈസയ്ക്ക് വേണ്ടി അല്ല എങ്കിൽ, ഞാൻ പറഞ്ഞത് മക്കളെ കണ്ടിട്ട് ആളുകൾ തരുന്ന പൈസയുടെ കാര്യമല്ല കേട്ടോ. നോർമലി നമ്മൾക്കും ഏതൊരു യൂട്യൂബർക്കും കിട്ടുന്നത് പോലെയുള്ള പൈസ ഏൺ ചെയ്യാനാണെങ്കിൽ നമുക്കത് കിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു വ്യൂ ഒരു പരിധിക്കപ്പുറത്തേക്ക് പോവില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് പറയുക, നമ്മുടെ മക്കൾക്ക് എന്താണ് പറ്റിയത് എന്ന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പകുതിയിലധികം ആളുകൾ പിന്നെ നമ്മളെ വിട്ടുകളയും. പിന്നെ നമ്മുടെ ഒപ്പം നിൽക്കുന്നത്, ഇപ്പോൾ എൻ്റെ കുഞ്ഞിനെക്കുട്ടൻ്റെ ചാനലാണെങ്കിലും 54,000, ഞാനിപ്പോൾ മറന്നും കൂടി പോയി കേട്ടോ, 54,000 56,000 അത്ര എങ്ങാണ്ട് ആളുകളായി. പക്ഷേ അതിലൊരു 1000 പേര് അല്ലെങ്കിൽ ഒരു 2000 പേര് ഒരു ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം കാണുന്നത് വലിയൊരു എമൗണ്ട് അല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. എന്നാലും ഞാൻ പറയേതെ അത്രയും കുറവാണ്. അപ്പോൾ ഈ 3 ലക്ഷവും ഒരു 2 ലക്ഷമൊക്കെ ആവാറായ ചാനലുകാരുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതോ ഗതിയാണ് സത്യം പറഞ്ഞാൽ. അവരുടെ ചാനലിൽ ചില ചാനലിലൊക്കെ കയറി നോക്കുമ്പോൾ 300 400 അത്രയൊക്കെ വ്യൂ ഉള്ളൂ. അപ്പം സത്യം പറഞ്ഞാൽ മനസ്സിനൊരു സങ്കടം തോന്നിട്ടോ. കാരണം ആളുകൾക്ക് ഇത് സങ്കടം തോന്നുന്നതുകൊണ്ടായിരിക്കാം അവർ, എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പം, അവർ കാണാത്തതെന്ന്. പിന്നെ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ചാനലിലെ വീഡിയോകളിലെല്ലാം കുറച്ച്, ഞാൻ പണ്ട് തൊട്ടേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് ചെടിയുടെ ഒരു ചാനൽ തുടങ്ങണമെന്ന്. അപ്പം ഞാൻ ആ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞുണ്ണിയുടെ കാര്യങ്ങൾ ഞാൻ അതിൽ പറയത്തേയില്ല എന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു സഹതാപം എനിക്ക് വേണ്ട. അതിൽ ഞാൻ എന്താണോ ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം എനിക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ചാനൽ തുടങ്ങിയത്.
അപ്പോൾ അത് കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഞാൻ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം എന്ന് വെച്ചാൽ ഞാൻ സ്ഥിരമായിട്ട് പണ്ട് തൊട്ടേ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തിടുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അത് ആ ചാനലിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളല്ല ഇത്. നമ്മുടെ ചാനൽ ആദ്യം തൊട്ടേ കാണുന്നവർക്ക് അറിയാം എനിക്ക് ചെടികളോടുള്ള ഇഷ്ടം എത്രത്തോളം ഉണ്ടെന്ന്. കുഞ്ഞുണ്ണിയുടെ ചാനലിൽ തന്നെ ഞാൻ ഒരുപാട് അങ്ങനത്തെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പക്ഷേ അത് ചെടികളുടെ മാത്രമായ ഒരു ചാനലായിട്ട് ഞാനത് സെലക്ട് ചെയ്ത് ഞാൻ അതിലിപ്പോൾ വീഡിയോ ഇടുന്നുണ്ട്. വലിയ കാര്യമായിട്ട് ഇടുന്നില്ല, എനിക്ക് സമയത്തിൻ്റെ കുറവ് നന്നായിട്ടുണ്ട്. പക്ഷേ അതിൽ കയറി പോവുകയാണെങ്കിൽ പോവട്ടെ എന്ന് വിചാരിച്ചിട്ട്. കാരണം അതിലിപ്പോൾ ആരും പറയില്ലോ സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം. മറ്റുള്ളവർക്ക് എന്താ പറയുക, അവർക്ക് കണ്ണിനൊരു ആനന്ദം കിട്ടുന്ന ഒരു കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ആർക്ക് സങ്കടമായി എന്ന് പറയണ്ട, അല്ലെങ്കിൽ സഹതാപമായി എന്ന് പറയണ്ട, ഒന്നും വേണ്ട. പിന്നെ ഈ ചാനലിൽ ഞാൻ വീഡിയോ ഇടൽ നിർത്തുകയെന്നല്ല പറയുന്നത്, നിങ്ങൾ വിട്ടുപോകുകയെന്നല്ല പറയുന്നത്. പക്ഷേ ഞാൻ റെഗുലറായിട്ട് വീഡിയോ ഇടുന്ന പരിപാടി നിർത്തി. ഇതുപോലെ നിങ്ങൾക്ക് കുഞ്ഞിനുകുട്ടനെ വല്ലാണ്ട് കാണാൻ ആഗ്രഹം തോന്നുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിലേക്ക്, എൻ്റെ കുഞ്ഞിനുകുട്ടനെ സ്നേഹിക്കുന്ന ആളുകളോടാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്, നിങ്ങളുടെ മുന്നിലേക്ക് തീർച്ചയായിട്ടും വീഡിയോ എത്തിയിരിക്കും. പിന്നെ ഈ നെഗറ്റീവ്, നമ്മൾ എന്തെങ്കിലും ഒരു നെഗറ്റീവുള്ള ഒരു തംബ്നെയിൽ വെക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയോ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ റീച്ച് കൂടും. പക്ഷേ എനിക്ക് അതിനോട് തീരെ താല്പര്യമില്ല. പിന്നെ നമ്മുടെ കുഞ്ഞുണിമുത്ത് വലുതായി വരുവാണ്. കുഞ്ഞുണിമുത്തിൻ്റേതായ പ്രൈവസി ഉണ്ട്, അതെല്ലാം എൻ്റെ ചിന്തയിലുണ്ട്. അപ്പോൾ അവൻ നന്നായിട്ടിരിക്കുന്ന സമയങ്ങളൊക്കെ മാത്രമേ ഇനി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുള്ളൂ. എൻ്റെ പഴയ വീഡിയോസിലെല്ലാം ഞാൻ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ കുഞ്ഞിനെക്കുട്ടിനെ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊരു മോട്ടിവേഷൻ ആവാനാണെങ്കിൽ അതൊക്കെ എടുത്ത് നോക്കാം. കുഞ്ഞിനെക്കുട്ടിനെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാം, നമ്മൾ എവിടെയൊക്കെ ട്രീറ്റ്മെൻറ്റിന് പോയി എന്നറിയാം, എല്ലാ കാര്യങ്ങളും A to Z. ഇനി എനിക്കൊന്നും പറയാനില്ല. ഇനി എനിക്ക് എൻ്റെ കുഞ്ഞ് നടക്കുന്ന ആ ഒരു വീഡിയോ മാത്രമേ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാനേ ഉള്ളൂ. ഞാൻ എൻ്റെ ഹൃദയത്തിൽ തട്ടിയാണോട്ട് ഞാൻ ഈ പറയുന്നതല്ല. അപ്പോൾ ഞാൻ പറയരുത്, ഇനി എനിക്കതിൽ വേറെ ഒന്നുമില്ല, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി തരാനൊന്നുമില്ല. എൻ്റെ കുഞ്ഞിനെ ഞാൻ അന്ന് എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴും അത് തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് ഞാനത് എത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങളത് ആഗ്രഹിക്കുന്നില്ലെന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയാം. അതുകൊണ്ടാണ് ഞാൻ മറ്റൊരു ചാനൽ തുടങ്ങിയത്. പിന്നെ നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് അത്യാവശ്യം ഇങ്ങനെ എന്താ പറയുക, അതും കുഞ്ഞിനെക്കൊണ്ട കാര്യങ്ങളല്ല, അത് നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്ന കാര്യങ്ങളും. പിന്നെ ഈ യൂട്യൂബിലിടാൻ വേണ്ടി എടുക്കുന്ന റീല് വല്ലപ്പോഴും ഷെയർ ചെയ്യും. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതി കുത്തിയിടും. അപ്പോൾ അതിൽ നിന്നും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ അതിൽ നിന്നും ചെറിയൊരു വരുമാനം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ വരുമാനം ആയതുകൊണ്ടാണ് ഇത് പോയെന്നല്ല. എനിക്ക് വരുമാനം എത്രത്തോളം കിട്ടുമോ അത്രത്തോളം എനിക്ക് എന്താ പറയുക വേണം. കാരണം എൻ്റെ മനസ്സിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. എൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് ഞാൻ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. എൻ്റെ കുഞ്ഞിനെക്കുട്ടനെയും കൊണ്ട് പുറത്ത് എവിടെയെങ്കിലും ട്രീറ്റ്മെൻറ്റിന് പോകാനായിട്ട് എനിക്ക് എൻ്റെ കയ്യിൽ ഫുൾ എമൗണ്ട് വന്ന് ചേരണം. അതെൻ്റെ ഒരു വലിയ ലക്ഷ്യമാണ്. കാരണം എൻ്റെ കുഞ്ഞിന് ഇനി ഒരു കുറച്ച് നാൾ എവിടെയെങ്കിലും പോയി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഓക്കെ ആവുമെന്ന് എനിക്കറിയാം. അവൻ നടന്നു തുടങ്ങിയ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അതിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ വേണ്ടി ഒരു എന്താ പറയുക, അൻവിമോൾ ഇത്തിരി ആവണം. അപ്പോൾ അതിനുള്ളിൽ എനിക്ക് ഡ്രൈവിങ് എന്താ പറയുക ഫ്ലുവൻ്റായിട്ട് എനിക്ക് പഠിപ്പിച്ചെടുക്കണം. എനിക്ക് വേറെ ഒരാളുടെ ആശ്രയമില്ലാതെ എൻ്റെ മോനെയും കൊണ്ട് എനിക്ക് ട്രീറ്റ്മെൻറ്റിന് പോകണം. അൻവിക്കുട്ടി എന്നോടൊപ്പം വരണം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തുമ്പോഴത്തേക്കിനും എനിക്ക് എൻ്റേതായ രീതിയിൽ ഒരു എമൗണ്ട് എൻ്റെ കയ്യിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്ന് എന്നോട് പറയണം. കാരണം ഞാൻ കുഞ്ഞിനെക്കുട്ടിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്താണെങ്കിലും ഇതിൽ വീഡിയോ ഇടും. ചെറിയ ഷോർട്സുകളും ഇതുപോലെ ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും ഇതുപോലത്തെ വിശേഷങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട്, അല്ലെങ്കിൽ കുഞ്ഞിനെമുത്ത് നന്നായിട്ടിരിക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അത് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അതായത് കുഞ്ഞിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമാണെന്നറിയാം. പിന്നെ ഇനിയിപ്പം നമ്മുടെ വീഡിയോസ് കണ്ട ആർക്കും സങ്കടമൊന്നും ആവേണ്ട. ഇതിലും വളരെയധികം കഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്. എന്താ പറയുക, അവരെയും കണ്ട് സങ്കടമാവേണ്ട. എല്ലാ മക്കളുടെ അമ്മമാരും അവരവരുടേതായ രീതിയിൽ ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. അതിനിടയ്ക്ക് നിങ്ങൾ പോയിട്ട് അങ്ങനെ കണ്ടിട്ട് സങ്കടമാവുന്നു, കാല് കണ്ടിട്ട് സങ്കടമാവുന്നു, കണ്ണ് കണ്ടിട്ട് സങ്കടമാവുന്നു, അങ്ങനെ പറഞ്ഞ് ആരെയും സങ്കടപ്പെടുത്താതിരിക്കുക. എനിക്കത് ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനെ കേൾക്കുന്നത്. എന്നെ പോലെയുള്ള അമ്മമാർക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. നമ്മുടെ മക്കളുടെ അവസ്ഥ എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ എന്തൊക്കെയോ പറഞ്ഞു പോയി. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം.